ആധുനിക യുദ്ധഭൂമിയിൽ ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യ അവതരിപ്പിച്ച ആ മാരകായുധം സർമയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന്. ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. ഭീകരമായ ടാങ്കുകളും ആയുധങ്ങളുമാണ് യുദ്ധം ജയിക്കുന്നതെന്ന് കരുതിയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലമൊക്കെ റഷ്യ അപ്പാടെ മാറ്റി എഴുതിയിരിക്കുകയാണ്. ഇന്ന് യുദ്ധം ജയിക്കുന്നത് വെടിയുണ്ടകളുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ശത്രു കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് പ്രഹരമേൽപ്പിച്ച് അപ്രത്യക്ഷമാകാനുള്ള ആ ചടുലതയും വേഗതയും കൊണ്ടാണ്. ഒരു ഹിറ്റ് ആൻഡ് റൺ തന്ത്രത്തിലുള്ള പുതിയ തമ്പുരാനായാണ് സർമയെ ലോകമെന്ന് നോക്കിക്കാണുന്നത്. റഷ്യയുടെ ഈ പുതിയ നീക്കം കണ്ട് വിറച്ചു നിൽക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ. എന്താണ് ഈ സർമയെ ഇത്ര അപകടകാരിയാക്കുന്നത്? അതിന്റെ ഉത്തരം എന്നത് ഇതിന്റെ വേഗത തന്നെയാണ്. വെറും 3 മിനിറ്റാണ് ഇതിന്റെ വേഗത. ആലോചിച്ച് നോക്കൂ, വെറും 180 സെക്കൻഡ് മാത്രമാണ് ഇതിന്റെ സമയം എന്ന് പറഞ്ഞത്. അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ലോഞ്ചർ സംവിധാനത്തെ യുദ്ധസജ്ജമാക്കാനും ലക്ഷ്യസ്ഥാനത്തേക്ക് മാരകമായ റോക്കറ്റുകളെല്ലാം തൊടുത്തുവിട്ട ശേഷം പെട്ടിമടക്കി നേരെ തിരിച്ചു വന്ന് സുരക്ഷിതമായ സ്ഥലത്ത് വിടാനും ഇതിന് കഴിയുകയും ചെയ്യും. അതായത് ശത്രുവിന്റെ അത്യാധുനിക റഡാറുകളും അതുപോലെ നിരീക്ഷണ ഡ്രോണുകളും ഇതിനെ ഒന്ന് ലോക്ക് ചെയ്യാൻ നോക്കുമ്പോഴേക്കും സർമ അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലേക്ക് മാറിയിട്ടുമുണ്ടാകും. ശത്രുവിന് ചിന്തിക്കാനോ പ്രതികരിക്കാനോ പോലും സമയം നൽകാത്ത ഒരു മിന്നൽ പ്രഹരം കൂടിയാണത്. അമേരിക്കയുടെ പല ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇതിനെ തടയാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുണ്ട്, പേടിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. സർമയുടെ പ്രകടനശേഷി കണ്ടാൽ ആരും ഒന്ന് പേടിച്ചു പോകുന്ന അവസ്ഥയാണ്. വെറും 18 സെക്കൻഡിനുള്ളിൽ ഇതിലെ മുഴുവൻ റോക്കറ്റുകളും ശത്രുവിന്റെ നെഞ്ചത്തേക്ക് തൊടുത്തുവിടാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധക്കളത്തിലെ 15 സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി തോന്നാം. പക്ഷേ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ പ്രദേശം തന്നെ ചുട്ട് ചാമ്പലാക്കാൻ ഈ റോക്കറ്റുകൾക്ക് അത്രത്തോളം കരുത്തുമുണ്ട്. ഒരു വശത്ത് കാണാൻ കഴിയാത്ത വേഗത, മറുവശത്ത് അതിഭയങ്കരമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള ശേഷി. ഇതാണ് സർമയെ ഒരു റിയൽ ഗെയിം ചേഞ്ചറാക്കി മാറ്റുന്നതും. സാധാരണ പീരങ്കി യൂണിറ്റുകൾ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തി വെടിയുതിർക്കുമ്പോൾ ശത്രുവിന് അവയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സർമയുടെ കാര്യത്തിൽ അതൊരിക്കലും നടക്കില്ല. കാരണം പ്രഹരം എവിടെ നിന്ന് വന്നുവെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അക്രമി സുരക്ഷിതമായിട്ടുമുണ്ടാകും. ഇതാണ് റഷ്യ പയറ്റുന്ന പുത്തൻ യുദ്ധതന്ത്രം എന്നത്. ഇതിന്റെ രൂപകൽപ്പനയും ഏറെ സവിശേഷതകളെല്ലാം ഉള്ളതാണ്. കാര്യം ഭാരം കുറഞ്ഞതും എന്നാൽ അതീവ കരുത്തുള്ളതുമായ വാഹനങ്ങളിലാണ് ഈ ലോഞ്ചർ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കഠിനമായ പാതയിലൂടെയും വാഹനത്തിലൂടെയോ മണൽക്കാടുകളിലൂടെയോ അല്ലെങ്കിൽ വനത്തിലൂടെയോ ഒക്കെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കുകയും ചെയ്യും. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഭീഷണി ഡ്രോണുകളുടെയും സാറ്റലൈറ്റുകളുടെയും നിരീക്ഷണ വലയങ്ങളാണ് ഇതിലുള്ളത്. ഏത് നിമിഷവും ആകാശത്ത് നിന്നൊരു നിരീക്ഷണം ഉണ്ടാകാമെന്നാൽ സർമയുടെ ചലനക്ഷമത ഈ നിരീക്ഷണ സംവിധാനങ്ങളെ പോലും നിഷ്പ്രഭമാക്കുകയും ചെയ്യും. ഒരിടത്ത് തന്നെ ഇരിക്കുന്ന ആയുധങ്ങളെ തകർക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ ഓരോ ആക്രമണത്തിന് ശേഷവും അതിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ലോഞ്ചറിനെ പിന്തുടർന്ന് നശിപ്പിക്കുക എന്നുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസികൾ പോലും അസാധ്യമായ കാര്യം കൂടിയാണ്. ഇത് അമേരിക്കൻ സ്പോൺസേഡ് യുദ്ധയന്ത്രങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതിന്റെ റോക്കറ്റുകളുടെ വൈവിധ്യം കൂടിയാണ്. ഇതിൽ ഗൈഡഡ് റോക്കറ്റുകളും അതുപോലെ അൺഗൈഡഡ് റോക്കറ്റുകളും ഒരേപോലെ ഉപയോഗിക്കാമെന്ന് ഇതിന് യുദ്ധത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഈ ഗൈഡഡ് റോക്കറ്റുകളും അതുപോലെ തന്നെ അൺഗൈഡഡ് റോക്കറ്റുകളും ഒരുപോലെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിന് യുദ്ധത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ശത്രുവിന്റെ വലിയ സൈനിക വ്യൂഹങ്ങളെയും അതുപോലെ ട്രക്കുകളെയും ഒന്നിച്ച് നേരിടാൻ അൺഗൈഡഡ് റോക്കറ്റുകൾ ഒരു മഴ പോലെ പെയ്തിറങ്ങുമ്പോൾ കൃത്യമായ ലക്ഷ്യങ്ങളെ, ഉദാഹരണത്തിന് ശത്രുവിന്റെ കമാൻഡ് പോസ്റ്റുകൾ, അതുപോലെ വലിയ റഡാറുകൾ, ആയുധപ്പുരകൾ ഇവയൊക്കെ തകർക്കാൻ അത്യാധുനികമായ ഗൈഡഡ് റോക്കറ്റുകളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. യുദ്ധത്തിന്റെ സ്വഭാവം അനുസരിച്ച് തത്സമയം തന്നെ തന്ത്രങ്ങളെല്ലാം മാറ്റാൻ കഴിയുന്ന ഈ മൾട്ടി റോൾ ശേഷിയാണ് സർമയെ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരിയായ ആയുധമാക്കി മാറ്റുന്നത്. ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ തേടിപ്പിടിച്ച് നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നതും റഷ്യ തെളിയിച്ചിരിക്കുക കൂടിയാണ്. സൈനികരെ നേരിട്ട് കൊല്ലുന്നതിനേക്കാൾ ഉപരിയായി ശത്രുവിന്റെ സപ്ലൈ ചെയ്യുന്നതിനെയും ലോജിസ്റ്റിക് സംവിധാനങ്ങളെ തകർക്കാനാണ് സർമ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഒരു യുദ്ധത്തിൽ പലപ്പോഴും വിജയം നിർണ്ണയിക്കുന്നത് നേരിട്ട് മുന്നിൽ പോരാടുന്ന സൈനികരല്ല, മറിച്ച് പിന്നിൽ പ്രവർത്തിക്കുന്ന സപ്ലൈ സംവിധാനങ്ങളൊക്കെയാണ്. ഇന്ധനം, വെടിയുണ്ട, ഭക്ഷണം, കമ്മ്യൂണിക്കേഷൻ എന്നിവയെല്ലാം തകരാറിലായാൽ ഏറ്റവും ശക്തമായ സൈനിക യൂണിറ്റും പെട്ടെന്ന് ദുർബലമായി പോകും. സർമയുടെ ആക്രമണശേഷി കൃത്യമായും ഇതാണ് ലക്ഷ്യമിടുന്നത്. ശത്രുവിന് ശ്വാസം വിടാനുള്ള സമയം പോലും നൽകാതെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ള തന്ത്രമാണ് റഷ്യ ഇവിടെ പയറ്റുന്നത്. ഇതിനെല്ലാം പുറമെ ശത്രു സൈനികർക്കിടയിൽ ഒരു വലിയ മാനസിക യുദ്ധം തന്നെ ഇത് സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണ്, ഏത് സമയത്താണ്, എപ്പോഴാണ് റോക്കറ്റ് മഴ പെയ്യുക എന്ന് അറിയാതെ ഭീതിയോടെ നിൽക്കുമ്പോൾ ഏതൊരു സൈനികന്റെയും ആത്മവീര്യമെല്ലാം ചോർന്നു പോകും. അവർ എവിടെ നിന്നോ വരുന്നു, അടിക്കുന്നു, അപ്രത്യക്ഷമാകുന്നു എന്ന തോന്നൽ ശത്രുവിനെ മാനസികമായി തളർത്തുകയും ചെയ്യും. യുദ്ധം ജയിക്കാൻ ആയുധം മാത്രം പോരാ,
ശത്രുവിന്റെ മനസ്സുകൂടി തീർക്കണമെന്ന് റഷ്യക്ക് നന്നായി അറിയുകയും ചെയ്യാം. സർമ്മ പോലുള്ള സംവിധാനങ്ങൾ യുദ്ധഭൂമിയിൽ സൃഷ്ടിക്കുന്നതും ഈ വലിയ ഭീതി തന്നെയാണ്. ഇന്നത്തെ ഡ്രോൺ യുദ്ധകാലത്ത് വെടിവെച്ച് സ്ഥലം മാറുന്നത്, അതായത് ഷൂട്ട് ആൻഡ് സ്കൂട്ട് തന്ത്രം ഒരു ജീവൻ രക്ഷാ കവചം കൂടിയാണ്. ഒരൊറ്റ സെക്കൻഡിലെ പിഴവ് പോലും വലിയ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഉപഗ്രഹ നിരീക്ഷണവും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ച് യുദ്ധഭൂമി 24 മണിക്കൂറും നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഒരിടത്ത് തന്നെ നിൽക്കുന്ന പീരങ്കി യൂണിറ്റുകൾ ആത്മഹത്യാപരം കൂടിയാണ്, അല്ലെങ്കിൽ ആത്മഹത്യാപരം കൂടിയാണ്. അവിടെയാണ് സർമ്മ വിജയിച്ചു കയറുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന, അല്ലെങ്കിൽ അത്രത്തോളം വിലയേറിയ ആസ്തികളെ തകർക്കാൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു തലവേദന കൂടിയാണ്. അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ റഷ്യയുടെ ഈ പുതിയ കരുത്തിനെ ഗൗരവത്തോടെയാണ് കാണുന്നതും വീക്ഷിക്കുന്നതുമെല്ലാം. തന്റെ രാജ്യത്തെ കാര്യങ്ങൾ പോലും അമേരിക്ക തീരുമാനിക്കണമെന്ന് കരുതുന്ന ഭരണാധികാരികൾക്ക് ഇതൊരു പാഠം കൂടിയാണ്. കരുത്തുള്ള രാജ്യങ്ങളോട് മുട്ടാനിറങ്ങുമ്പോൾ ആയുധപരമായും തന്ത്രപരമായും എത്രത്തോളം തയ്യാറെടുപ്പുകൾ വേണമെന്ന് റഷ്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇസ്രായേലിന്റെ നെഞ്ചത്ത് വെടിക്കെട്ട് നടത്താൻ ഇറാൻ കാണിച്ച അതേ ചങ്കുറ്റം തന്നെയാണ് പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ റഷ്യയും കാണിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധമോഹങ്ങൾ ഇതൊരു കനത്ത തിരിച്ചടിയാകുമെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ചുരുക്കത്തിൽ റഷ്യയുടെ ഈ സർമ്മ വെറുമൊരു റോക്കറ്റ് ലോഞ്ചർ മാത്രമല്ല, അതൊരു യുദ്ധ തത്വം കൂടിയാണ്. ആധുനിക യുദ്ധത്തിൽ വിജയിക്കുന്നത് ഏറ്റവും വലിയ സൈന്യത്തിനല്ല, മറിച്ച് ഏറ്റവും വേഗത്തിൽ തീരുമാനമെടുക്കുകയും അക്രമം നടത്തുകയും ചെയ്യുന്നവർക്കാണെന്നതും ഇത് തെളിയിക്കുന്നതാണ്. മാത്രമല്ല, കുറഞ്ഞ ചെലവിൽ ശത്രുവിന്റെ വിലയേറിയ സംവിധാനങ്ങളെ തകർക്കുക എന്നുള്ളതും സർമ്മയുടെ നയം കൂടിയാണ്. വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ ആരായിരിക്കും വിജയം എന്ന് നിശ്ചയിക്കാൻ ഇത്തരം ആയുധങ്ങൾക്ക് കഴിയുകയും ചെയ്യും. പ്രതിരോധ വിദഗ്ധർ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതിനെക്കുറിച്ച് അവർ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, യുദ്ധഭൂമിയിലെ പുതിയ നിയമങ്ങൾ എഴുതുന്നത് ഇനി ഇത്തരം മിന്നൽ വേഗതയുള്ള ആയുധങ്ങളായിരിക്കും. വമ്പന്മാരെ പോലും മുട്ടുകുത്തിക്കാൻ ഈ സർമ്മയ്ക്ക് സാധിക്കുമെന്നാണ് റഷ്യ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. നാം ഒന്ന് ആലോചിക്കണം, പല രാജ്യങ്ങളും, അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും പീരങ്കി ടാങ്കറുകൾ കൊണ്ടു നിർത്തി അവിടെ വെച്ച് ശത്രുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്ന രീതിയാണ് കാലങ്ങളായുള്ളത്. എന്നാൽ ഇപ്പോഴിതാ അതൊക്കെ മാറി സർമ്മ വരുമ്പോൾ സർമ്മ അവിടെ ചെയ്യുന്നത് കൃത്യമായി ഒരിടത്ത് നിന്ന് അടിക്കുന്നു, അവിടെ നിന്ന് ആ ക്ഷണം തന്നെ മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ആരാണ് അടിച്ചതെന്നോ, എവിടെ നിന്നാണ് അടി കിട്ടിയെന്നോ, ഏത് ഭാഗത്തു നിന്നാണ് അടി വന്നെന്നോ അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അത് വലിയ തരത്തിൽ പേടിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. നമുക്കറിയാം, യുദ്ധങ്ങൾ പലതും നാം വാർത്തയിലൂടെ കണ്ടിട്ടുള്ളതാണ്, അതുപോലെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും ചിത്രങ്ങളടക്കമുള്ളവ, വീഡിയോ ദൃശ്യങ്ങളടക്കമുള്ളവ നാം കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അത്തരത്തിലുള്ളതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം അതിൽ സൈനികർ നേരിട്ട് ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ബോംബെറിയുന്നു, അല്ലെങ്കിൽ പീരങ്കി ഉണ്ടാക്കുന്നു. അങ്ങനെ പലതുമെല്ലാം കാണുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് സൈനികരെല്ലാം നേരിട്ട് കൊല്ലുന്നതിനേക്കാൾ ഉപരിയായി ശത്രുവിനെ ഇവർ ചെയ്യുന്നത്, അതായത് റഷ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശത്രുവിനെ നേരിട്ട് കൊല്ലാതെ പകരം അവരുടെ സപ്ലൈ മൊത്തത്തിൽ കട്ട് ചെയ്യുക എന്ന സംവിധാനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, അവർക്ക് പ്രധാനമായിട്ടും ഭക്ഷണം, അതുപോലെ പാർപ്പിടം, ഇന്ധനം, വെടിയുണ്ട, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ കൃത്യമായി ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്കറിയാം, അവിടെ ഈ സൈനികരെല്ലാം പല സ്ഥലത്തായി തമ്പിയുമ്പോൾ അവിടെ എല്ലാം കൃത്യമായി ഭക്ഷണം എത്തിക്കുന്ന ജോലി മറ്റു പലർക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമ്പ് വേറെ സ്ഥലത്തായിരിക്കും. പ്രത്യേകിച്ച് വെടിയുണ്ട ക്യാമ്പുകൾ വേറെ സ്ഥലത്തായിരിക്കും, തോക്കുകളിരിക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും, ബോംബുകളിരിക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്ഥലം വേറെ ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. ഈ സ്ഥലങ്ങളാണ് ഇപ്പോൾ റഷ്യ കേന്ദ്രീകരിക്കുന്നത്. കാരണം അവിടെ അടിച്ചാൽ പിന്നെ ഇവർക്കൊന്നും കണക്ഷൻ കിട്ടില്ല. ഇവർക്ക് കണക്ഷൻ കിട്ടാതിരുന്നാൽ ഒന്നും ചെയ്യാനും സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, അടി എവിടെ നിന്ന് വരുന്നു എന്ന് അറിഞ്ഞാലേ തിരിച്ചടിക്കാനും കഴിയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അടി ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നോ, അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്നോ ഇവർക്ക് കണ്ടെത്താൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. കാരണം കാണാത്ത സ്ഥലത്ത് ഇരുട്ടിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യം മൊത്തത്തിൽ മാറുകയും ചെയ്യും. ആ സാഹചര്യം അത്തരത്തിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് തോൽവിയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. കാരണം ഇരുട്ടത്ത് കണ്ണുപൊട്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. കാര്യം അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുരാജ്യം അല്ലെങ്കിൽ മറ്റേ രാജ്യം അവരവിടെ കണ്ണ് തുറന്ന് അടിക്കുമ്പോൾ ഇവിടെ നമ്മൾ കണ്ണ് കെട്ടി അടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇവർ മാറുന്ന അവസ്ഥയുണ്ടാക്കും. അതാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ അടക്കമുള്ള എല്ലാം കട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് യാതൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ യാതൊരു അറിവും ഉണ്ടാകില്ല. തൊട്ടടുത്ത് ശത്രു നിന്നാൽ പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം അവസ്ഥയും ഉണ്ടാകും. ആ അവസ്ഥയാണ് ഇപ്പോൾ റഷ്യ നോക്കുന്നത്. കാരണം നേരിട്ട് കൊല്ലുന്നതിനേക്കാൾ നല്ലത് പേടിപ്പിച്ച്, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി കൊല്ലുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. കാരണം അവർ കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ കട്ട് ചെയ്താൽ അവിടെ യുദ്ധം ജയിക്കുക റഷ്യ തന്നെയായിരിക്കും. അത് തന്നെയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ ഈ ആധുനിക രീതി വലിയ തരത്തിൽ ഏവരെയും ഭയപ്പെടുത്തുന്നതാണ്, പേടിപ്പിക്കുന്നതാണ്. അത്രത്തോളം വലിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇരുന്നു. സർമ്മ അത്രത്തോളം മികച്ചൊരു ആയുധമായി മാറുകയും ചെയ്യുകയാണ്.